ഹായ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. മാഷാ അല്ലാ, നമ്മൾ കല്യാണം വീഡിയോ ചെയ്തിട്ട് കല്യാണം റെഡിയായ ഒരു മോളുണ്ട്, ഈരാറ്റുപേട്ടയുള്ള മൂസിന എന്ന് പറഞ്ഞത്. അപ്പോൾ അവളെ ഫാമിലിയൊക്കെ ഇവിടെ കല്യാണം വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ അവർ വിളിച്ചത് എത്താനായി എന്ന് പറഞ്ഞിട്ടോ എനിക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് കല്യാണം പറയാൻ വന്നിട്ടുണ്ട് ഇത്തയും പിന്നെ അനിയനല്ലേ അനിയനെ. മാഷാ അല്ലാ, നിങ്ങൾ മൂന്നാളും തന്നെ അല്ലേ അന്ന് വീഡിയോയിൽ ഉണ്ടായിരുന്നത് അല്ലേ? അതെ. ഏകദേശം എത്രയായി? ഒരു 4 മാസത്തിന്റെ അടുത്ത് കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട്. അതെ. അപ്പൊ കല്യാണം ഈ മാസം തന്നെ ഉണ്ട് അല്ലേ? ഈ മാസം തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ? എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നല്ല രീതിയിലാവട്ടെ. ഇന്നേപോലെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ നടന്നിട്ടുണ്ട്. അതെ, ബാക്കിയുള്ളവരെല്ലാം നടത്തും. അത് തീർച്ചയായും. എന്തായാലും നമ്മള് പിന്നെ കുഞ്ഞിനെ കാണാനും അല്ലേ, ഇവിടുന്ന് കല്യാണം ശരി എല്ലാം ഇവിടെ തന്നെ ആയോണ്ട് അല്ലേ, പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങ് എത്താനും ആയി. എന്തായാലും അടിപൊളിയാക്കാം. ഒരാഴ്ച മുമ്പേ അങ്ങ് എത്താം. എന്താ ഓക്കെ അല്ലേ? ആരെ ഫോണൊക്കെ എടുത്ത് എത്തിയായിരുന്നോ? മാറി മാറി. ആ, ഒരുപാട് കോളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? ഒരുപാട് കോള് വന്നിട്ടുണ്ട്. ഒരുപാട് 100-300 കോളിന്റെ മേളിൽ വന്നിട്ടുണ്ട്. അതെ, അതില് നമ്മൾ ഉചിതമായതാണ് തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്നത്. അതെ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അതെ. അപ്പൊ അവരിതാ പോവുകയാണ് കേട്ടോ. അവര് കല്യാണമൊക്കെ വിളിച്ചു പോയിട്ടോ. ഇതാ കല്യാണമൊക്കെ എത്തിയതാ. മാഷാ അല്ലാ. മോസിന ആൻഡ് റാഫി എന്നാണ് കേട്ടോ പിയാപ്പിളിൻ്റെ പേര്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കല്യാണത്തിന് കൂടണം, തലേന്നൊക്കെ പോയിട്ട് അവിടെ കല്യാണത്തിനൊക്കെ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവരുടെ ഫാമിലി ഒരു ഭയങ്കര ഫാമിലി ബോണ്ടിങ് ആണ് കേട്ടോ. ഇവർ ഏട്ടന്മാരും അനിയന്മാരും എല്ലാം കട്ടയ്ക്കാണ്. എന്തുണ്ടെങ്കിലും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഫാമിലി. ഞാൻ അവിടെ കല്യാണ വീഡിയോ എടുക്കാൻ പോയിട്ട് ഒരു മാക്സിമം അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂവെങ്കിലും അവരുടെ ആ ഫാമിലി ബോണ്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. നല്ലൊരു അങ്ങനെയുള്ള ഫാമിലിയൊക്കെ വേണം നല്ലൊരു ആഗ്രഹിക്കും. ഏട്ടന്മാരും അനിയന്മാരും ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ഉപ്പാൻ്റെ സൈഡിലും 10-20 ആൾ, ഉമ്മാൻ്റെ സൈഡിലും, അങ്ങനെ ഒരുപാട് ആ നാട്ടുകാരെ അറിയാത്തവരില്ലാന്ന് അത്രയ്ക്കും പിന്നെ ഇതാണ്. അത്രയും വലിയ ഫാമിലിയാണ്. പിന്നെ അവർ ഈ പിന്നെ പോത്തിൻ്റെ കച്ചവടവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ, ഈ കല്യാണ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻഷാ അല്ലാ എന്തായാലും അവിടെ പോകണം. കല്യാണത്തിന് തലേന്നൊക്കെ സാഹചര്യം പോലെ നോക്കിയിട്ട് പോകണം. ഒരുപാട് സന്തോഷമുണ്ട് മോളുടെ കല്യാണം ഇങ്ങനെ അടിപൊളിയായിട്ട് റെഡിയായതിന്. അപ്പോൾ ഒരുപാട് വലിയ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞു. 3000-ൻ്റെ പുറത്തൊക്കെ ആളുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ അവർ പെർമിഷൻ തന്നു. ഞാൻ ചോദിച്ചിന് അവരോട് കല്യാണ വീഡിയോ എടുത്തോട്ടെ എന്നാൽ അവർ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറയുന്നിടത്തിൽ മാത്രമേ നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോസ് എടുക്കാറുള്ളൂ കേട്ടോ. കാരണം പലരും പല മൈൻഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവർ ഓക്കെയാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പുതിയ കല്യാണങ്ങൾ നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ പുതിയ ആൾക്കാർക്ക് പുതിയ മക്കളെ കല്യാണ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വിളിക്കാൻ അവർക്ക് തോന്നുമല്ലോ. അതുവഴി ഒരുപാട് മക്കളുടെ കല്യാണം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ അനുവാദമുള്ളത് എടുക്കുന്നത് കേട്ടോ. ഇൻഷാ അല്ലാ. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, സന്തോഷമായിട്ട് നല്ല സന്തോഷമുണ്ട്. അവർ വന്ന് നമ്മുടെ ബേബിക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കിട്ടാം. മാഷാ അല്ലാ, അത് ഒരുപാട് സന്തോഷം. അപ്പോൾ മോൻ കുറച്ച് വലുതായിട്ട് എടാ പിന്നെ നീ ജനിച്ച് കുറച്ചായപ്പോൾ നിനക്ക് വന്ന ഫസ്റ്റ് കല്യാണ വിളിയാണ് കേട്ടോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ വീട്ടിലൊക്കെ ഒന്ന് കൊണ്ടുപോലെ. ഇൻഷാ അല്ലാ. അപ്പോൾ ആയിക്കോട്ടെ ഫ്രണ്ട്സ്, കൂടുതലായിട്ടൊന്നുമില്ല. കല്യാണ വീഡിയോ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം. നിങ്ങളെ വീട്ടിൽ കല്യാണം എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുള്ള മക്കളുണ്ടെങ്കിൽ ഇവരെയൊന്നും ആരും കെട്ടൂല എന്നൊക്കെ വിചാരിച്ച് അവരെ ഇങ്ങനെ കല്യാണം നടത്താതെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ വിളിക്കണം. കല്യാണമൊക്കെ തീർച്ചയായിട്ടും നടക്കുമെന്ന് എല്ലാവരോടും പറയട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.